ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണല്ലോ അല്ലേ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചായ കുടിക്കുകയാണ് കേട്ടോ ലോലൂസ്. രാവിലെ എണീറ്റ പാടെ അവൾക്ക് വയറുവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കള്ളത്തരാണ് എന്ന് വിചാരിച്ച്, എന്തും കള്ളത്തരാണ് വയറുവേദന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വയറുവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അവൾക്ക് കേട്ടോ. എങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല, ചായയൊക്കെ കുടിപ്പിച്ചു. എന്നിട്ട് അവൾക്കുള്ള ടിഫിനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ എല്ലാതും ഉണ്ടാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിൽ ഞാൻ തൈര് കുഴച്ച് ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ വാഴക്കപ്പേരി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തയച്ചേ. പിന്നെ അവർക്ക് സ്നാക്സായിട്ട് ഒരു 4 ബദാമും പിന്നെ ഒരു ആപ്പിളും 2 ബിസ്ക്കറ്റും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ആക്കി ഞാൻ ബാഗിലിട്ട് വെച്ചു. അപ്പോൾ പോവാൻ നേരത്ത് ഇവളൊന്ന് ഛർദ്ദിച്ചു. എന്നാൽ പിന്നെ ഇന്നിനി പറഞ്ഞയക്കേണ്ട വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം രാവിലെ ഒരു ഇത്തിരി ഛർദ്ദിച്ചു, വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പോവണ്ടെന്ന് പറഞ്ഞേക്ക് ആൾ ഭയങ്കര ഉഷാറായി. ഇപ്പോൾ കണ്ടോ, നല്ല കളി. അതുവരെ കരഞ്ഞ് പിഴഞ്ഞിരിക്കുകയായിരുന്നു. ഭയങ്കര മടിയാണ്. എന്തിനാ ഇത്ര മടിയെന്നറിയില്ല. അവിടെ എത്ര കുട്ടികളുണ്ടെന്നറിയോ? കുറേ കുട്ടികളും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഈ കാട്ടുന്നത്. അവൾക്ക് വീട്ടിലിരുന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയിരിക്കണം. എന്നാൽ പിന്നെ അവൾ അവിടെ ഇരിക്കൂ അത്രേ. എന്താ ചെയ്യുക, കുട്ടികൾ ഇങ്ങനെ കളത്തരം പഠിച്ച് ഇതിനി ഒരു ശീലമാവുമെന്നാണ് ഇപ്പോൾ എൻ്റെ പേടി കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ചെറുതായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം എണീറ്റിട്ട് നെയ്യപ്പത്തിനുള്ള സംഭവങ്ങളൊക്കെ കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ ഒരു തേങ്ങ അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് നെയ്യപ്പത്തിലേക്ക് ഇട്ടു. അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ നെയ്യപ്പം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല ഇതിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കുറവായിരുന്നു, ചക്കരയും അങ്ങനെയുള്ളതൊക്കെ കുറവായിരുന്നു, പഴമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ പഴമൊക്കെ ഇട്ട് പിന്നെ ഏലക്കായ, ചെറിയ ജീരകം, ചുക്ക്, പഴം, അവിൽ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല രസമുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. ഇത്ര ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിലുള്ളവർ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ ഒരു ഇത്തിരി മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി നാളേക്ക് ചൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. അങ്ങനെ നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. മൈദയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. മൈദ ചേർക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പഴം ചേർത്തതുകൊണ്ടായിരിക്കും. ഇനി നാളെ എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല, കാരണം പെരുന്നാൾ തലേ ദിവസമാണല്ലോ. അതുകൊണ്ട് ക്ലാസ് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണല്ലേ. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് ഉണ്ണിയപ്പമൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.